5 ദിവസത്തെ ട്രിപ്പൊക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സൗദിയിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്ഥലം വരെ ഏകദേശം 700 കിലോമീറ്റർ 7.5 മണിക്കൂർ യാത്രയാണ്. ഒരു മണിക്കൂർ മിക്കവാറും ചെക്ക് പോസ്റ്റ് സമയം എടുക്കും. കാരണം ചെക്ക് പോസ്റ്റ് അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് റൂമിന്റെ കാഴ്ചകളൊക്കെ ഒന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ റൂമിനോട് നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന 2nd ഫ്ലോറിലാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റൊക്കെ തുറന്നു. നമ്മൾ ആ ഒരു 2nd ഫ്ലോറിൽ ചെന്നിറങ്ങി. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ഖത്തറിൽ നിന്നും സൗദിയിലേക്ക് നേരെ പോവുകയാണ്. ഈ ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. കുറേ കറങ്ങി വേണം താഴോട്ട് ഇറങ്ങാനായിട്ട്. നമുക്ക് ഏകദേശം 7.5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് സൗദിയിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇനി അവിടുന്ന് നേരെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കറങ്ങി താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ കറങ്ങി അവസാനം പുറത്തിറങ്ങി. നോക്കിക്കേ, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ സൗദിയിലേക്ക് പോവുകയാണ്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഈ ഖത്തർ ട്രിപ്പ് അടിപൊളിയായിരുന്നു. 5 ദിവസം ഞങ്ങൾ ഖത്തറിലുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഹോട്ടലായിരുന്നു. അങ്ങനെ നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴികളിലൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 6 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട്. മൊത്തം നമുക്ക് 516 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 9:30 ആകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇടയ്ക്ക് വണ്ടി ഒന്ന് നിർത്തി. സൽവാ ബോർഡർ എത്തുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പ് കണ്ടത്. ഇവിടുന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു. മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫുഡ് ഒക്കെ മേടിച്ച് അതുപോലെ പെട്രോളൊക്കെ അടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ആ ഒരു ബോർഡറിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? സൽവാ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു പെട്രോൾ പമ്പിൽ കയറിയിരുന്നില്ല. അതിനൊക്കെ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി മുന്നോട്ട് കിട്ടിയില്ലല്ലോ എന്ന് കരുതി നമ്മൾ ഫുഡൊക്കെ മേടിച്ചു, കഴിച്ചു, നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ ലാസ്റ്റ് പെട്രോൾ പമ്പ്? നേരെ നമ്മൾ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൽവാ ബോർഡർ. അങ്ങനെ നമ്മള് ഖത്തറിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരെ സൗദിയിലോട്ട്. എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. അതെ, ഒരു പാസ്പോർട്ടിന്റെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അവരൊരു പേപ്പർ നമുക്ക് തന്നു. ആ ഒരു പേപ്പർ കാണിച്ചു കഴിഞ്ഞ് ഈ പേപ്പർ നമുക്ക് സൗദിയിൽ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും സൗദിയിലേക്ക് എത്തിയില്ല. സൗദിയുടെ ബോർഡറിലേക്ക് എത്തിയതേ ഉള്ളൂ. ഖത്തറിന്റെ ബോർഡർ കഴിഞ്ഞിട്ട് ഇത്രയും നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു സൗദിയുടെ ബോർഡർ എത്താൻ വേണ്ടിട്ട്. ശരി, ഇങ്ങനെ നോക്കി എന്ത് വലിയൊരു ഏരിയ ആണ് ഇങ്ങനെ കിടക്കുന്നത്. രാത്രി നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 4:45 നമ്മളിവിടെ ഇറങ്ങിയ. ഇനി സൗദിയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ചെക്കിംഗ് ഒക്കെ ആയിരിക്കും.
ഖത്തറിൽ നിന്ന് നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പർ നമ്മൾ ആദ്യമേ പാസ്പോർട്ട് ഓഫീസിൽ കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് എൻട്രി വെച്ച് തരും. രണ്ടാമത് കസ്റ്റംസ് ആണ്. കസ്റ്റംസ് ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മുടെ വണ്ടി നോക്കും. നമ്മുടെ വണ്ടിക്കകത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാകില്ല. അപ്പം തന്നെ പോയി പറഞ്ഞു എക്സ്റേ എടുക്കണം. അങ്ങനെ ഇവരെ അവിടെ ഇറക്കി നിർത്തി എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യണം. നമ്മുടെ പേര്, നമ്മുടെ നാഷണാലിറ്റി, നമ്മുടെ വണ്ടിയുടെ നമ്പർ, ഡേറ്റ് എല്ലാം പറഞ്ഞിട്ട് ഫില്ല് ചെയ്യണം. അതോടെ കൊടുക്കണം. വണ്ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്ഥലത്ത് കൊണ്ടായിട്ട് നമ്മുടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടിയിൽ കംപ്ലീറ്റ് സാധനം എടുത്ത് വെളിയിൽ വെച്ച് നമ്മുടെ സാധനം എല്ലാം തുറന്ന് പരിശോധിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ പിടിച്ചിരുത്തി. എന്താ സംഭവം എന്ന് അറിയത്തില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ലാസ്റ്റ് കൗണ്ടറിൽ ഇൻഷുർഡ് വെഹിക്കിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ലൈൻ പോലും ഇല്ല. ചെക്കിങ് അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി സൗദി അറേബ്യ കഴിഞ്ഞു. ഇത്രയുള്ളൂ പ്രോസസ്. സിമ്പിളാണ്. പക്ഷേ ആ ഒരു ചെക്കിങ് മാത്രമാണ് അത് 1 മണിക്കൂർ കൂടുതലെടുക്കും. നമ്മൾ 4:30 ഇവിടെ വന്നത് അല്ലേ, 1.5 മണിക്കൂർ എടുത്തു. അടിപൊളി ഒരു ബീച്ച് ഉണ്ടായിരുന്നു. നമ്മൾ കേരളം ഓർത്തായിരുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ പേര് സൽവയിൽ ഇവിടെ ഒരു അടിപൊളി ബീച്ചൊക്കെ ഉണ്ടായിരുന്നു. നേരെ സൗദി തിരിയാണ്. 4 മണിക്കൂർ 43 മിനിറ്റും 436 കിലോമീറ്ററാണ്. 10:50 ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. നമുക്ക് മൊത്തം 4.25 മണിക്കൂർ യാത്രയാണ്. നമുക്ക് 126 കിലോമീറ്റർ പോയാൽ ദുബായ് എത്താം. നമുക്കിവിടുന്ന് നേരെ പോകേണ്ടത് ഹർദിലോട്ടാണ്. ആ ഒരു വഴിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിൽ ഒരു മനുഷ്യന്മാരും ഇല്ലായിരുന്നു. വെട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ വണ്ടിയും. ആ വണ്ടിയുടെ ലൈറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്മാരും ഇല്ലാത്തൊരു റോഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾ ഇതുവഴിയൊന്നും ഡ്രൈവ് ചെയ്യരുത്, നമ്മളങ്ങനെ പറയുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര വിജനമായിട്ടുള്ള റോഡാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ വലിയ വണ്ടികളൊന്നും തന്നെ കണ്ടില്ല. ഇനി നമുക്ക് 4 മണിക്കൂറും 17 മിനിറ്റും ഉണ്ട്. 398 കിലോമീറ്റർ ഉണ്ട്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ആ ഒരു റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്ത് വിജനമായിട്ടുള്ള റോഡാണെന്നറിയോ. ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും തന്നെ ഇല്ല. ഒരു വണ്ടി പോലും ഇല്ല എന്നുള്ളതാണ്. കുറേ നേരം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ട്രക്ക് പോകുന്നത് കാണാൻ പറ്റി. കണ്ടോ, പിന്നെയും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ വണ്ടിയും നമ്മളും മാത്രം. ഭയങ്കര വിജനമായ ഒരു റോഡാണ്. അതുപോലെ തന്നെ സിംഗിൾ ലൈൻ ആയിരുന്നു. രാത്രിയിലൊക്കെ ഇതുവഴി യാത്ര ചെയ്യരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. കാര്യം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീതി കുറഞ്ഞ ഒരു റോഡായിരുന്നു. അതുപോലെ തന്നെ പെട്രോൾ പമ്പോ റെസ്റ്റോറൻറ്റോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. കണ്ടോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഒരു സ്ഥലം കാണിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തു നിന്ന് പെട്രോളൊക്കെ അടിക്കുക, ഫുഡൊക്കെ മേടിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. നമ്മൾ വീഡിയോ കാണിച്ച ആ ഒരു സ്ഥലത്തു നിന്ന് പെട്രോൾ അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സൗദി ബോർഡർ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റും പെട്രോൾ പമ്പും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പെട്രോൾ അടിക്കാം. പക്ഷേ അവിടെ നിന്ന് പെട്രോൾ അടിക്കാതെ പോകരുത്. പിന്നെ കിട്ടണമെങ്കിൽ 250-300 കിലോമീറ്റർ പോകേണ്ടി വരും. എന്നിട്ട് മാത്രമേ നമുക്ക് പെട്രോൾ പമ്പൊക്കെ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ലോങ് യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. പെട്രോൾ കറക്റ്റായിട്ട് വണ്ടിക്കകത്തുണ്ടോ എന്ന് നോക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യം. ശരിക്കും ഒമാനിൽ പോയ സമയത്താണ് നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിച്ച് പോകേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞിട്ട് സംഭവമേ നമുക്ക് കാണാൻ പറ്റും. അത് ഒരു ഏകദേശം 20 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. അൽഖർജിയിൽ നിന്ന് മസ്കറ്റിലെ ഹോട്ടൽ വരെയുള്ള ഒരൊറ്റ യാത്രയായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. സൗദിയിൽ നിന്ന് ഒമാനിലേക്ക് പോകുന്നൊരു വീഡിയോ ആണത്. ഇനി നമുക്ക് 2 മണിക്കൂർ 49 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു 241 കിലോമീറ്ററോളം നമുക്ക് ഇനി ഓടിക്കാനുണ്ട്. 11:15 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴികളിലൂടെ എല്ലാം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നീണ്ട 7.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അൽഖർജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കുറച്ച് ലൈറ്റുകളൊക്കെ കണ്ടു തുടങ്ങിയത്. സൗദി ഖത്തർ റോഡ് ട്രിപ്പ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല നല്ല കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ദോഹ കോർണിഷ്, വെസ്റ്റ് ബേ ബീച്ച്, അതുപോലെ പേൾ ഐലൻഡ്, സൂഖ് വക്കീഫ്, അങ്ങനെ ധാരാളം കാഴ്ചകൾ ദോഹ മെട്രോയിലൊക്കെ നമുക്ക് കയറാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ 3 മ്യൂസിയം ഉണ്ടായിരുന്നു. നമ്മൾ ആ മ്യൂസിയത്തിലൊക്കെ കയറി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഖത്തർ ട്രാവൽ സീരീസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതിൻ്റെ എല്ലാ വീഡിയോസും കിട്ടും. അങ്ങനെ നമ്മൾ അൽഖർജിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ മാപ്പ് പ്രകാരം നമ്മൾ 10:30 ആയപ്പോഴത്തേക്കും അൽഖർജിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഖത്തറിൽ നിന്നും സൗദി അറേബ്യയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 11 മിനിറ്റ് ഉണ്ട്. 11 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ റൂമിലെത്തും. അപ്പം എത്ര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു? 6 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. 6 മണിക്കൂറത്തെ ബോർഡറിൽ നമ്മൾ 1.5 മണിക്കൂർ എടുത്തു. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മുടെ ദോഹ യാത്ര ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദോഹയിലെ അടിപൊളി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെ അതെ, 2 റൂട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൗദിയിൽ നിന്ന് ഖത്തറിലേക്ക് പോവുക. പുതിയൊരു ട്രാവൽ സീരീസും ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.